നിങ്ങൾക്ക് ഒരുപാട് അമിത ചിന്തയും പിന്നെ ഒരുപാട് ടെൻഷനും ഒരുപാട് വിഭിന്നമായ ചിന്തകളും വരുന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് ഒരു വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ടൈം ഭയങ്കര കുറവാണ്, ഇപ്പോൾ 10 മണി കഴിഞ്ഞു. ഓക്കെ, ഇത് റെക്കോർഡ് ചെയ്തിട്ട് 11 മണിയാകുമ്പോൾ കിടേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ആക്കിയിട്ട് പറയാം. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ആൻഷ്യൻ്റ് ആയിട്ടുള്ള കേരള ആൻഡ് ഇന്ത്യയിലുള്ള വരുന്ന കുറച്ച് ബുക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുപയോഗിച്ചിട്ട് നമ്മുടെ മനസ്സിൻ്റെ ടെൻഷൻസൊക്കെ കുറക്കാനുള്ള ചില മെത്തേഡ്സാണ്. പിന്നെ എന്തുകൊണ്ട് കേരളം എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മുടെ സംസ്ഥാനമാണ്, രണ്ടാമത് ഇവിടെ ഇഷ്ടംപോലെ നോളേജിൻ്റെ ഇതുണ്ട്. പിന്നെ ഇത് പഴയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ പണ്ടും ഇന്നും മനുഷ്യൻ തന്നെയാണ്. അന്നും ടെൻഷൻ ഉണ്ട്, എന്ത് സ്ട്രെസ് ഉണ്ട്, എന്ത് കുറച്ച് കൂടുതലാണ്. പക്ഷേ അന്നത്തെ മെത്തേഡും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. ഇത് വർക്ക് ചെയ്യുന്നുള്ളതിൻ്റെ ഉദാഹരണത്തിന് നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി, അതായത് മരുന്നുകളും അതേപോലെ തന്നെ ശരീരമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. രണ്ടാമത് നമ്മുടെ കളരിപ്പയറ്റ് വളരെ, പിന്നെ കളരിപ്പയറ്റ് ഒരു മാർഷൽ ആർട്ടായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം ഏകാഗ്രത വേണമെന്ന്. പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യമായിട്ടുള്ള യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് എത്രത്തോളം റിലാക്സ് ചെയ്യുന്നറിയാം. ഇത് മൂന്നും കൂടിയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് 3 പ്രശ്നങ്ങൾ പറയാം. ഒന്നാമത്തേതെന്ന് വെച്ചാൽ തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഏകാഗ്രത കുറവ്, മൂന്നാമത്തേതെന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ഉത്കണ്ഠ അഥവാ ജാസ്തിയായിട്ടുള്ള ആങ്സൈറ്റി. ഇതിന് മൂന്നിനുള്ള ആൻഷ്യൻ സൊല്യൂഷൻസ് എന്തൊക്കെ ഞാൻ ഇതൊരു കഥ പോലെ പറഞ്ഞല്ലോ. അതായത് ഒരു ആൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിട്ട് അയാൾ അടുത്തുള്ളൊരു ആയുർവേദിക് സെൻറ്ററിൽ പോയി. അപ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ അദ്ദേഹത്തിനൊരു കാം ഫീലിംഗ് കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ അവിടെ കാടിനോട് ഇണങ്ങിയിട്ടുള്ള രീതി, പ്രകൃതി ഭംഗി, ആൻഡ് അവിടുത്തെ തെറാപ്പി, അവിടുത്തെ മ്യൂസിക്സ്, ഇതെല്ലാം അദ്ദേഹത്തിനൊരു കാം മൈൻഡ് കൊടുത്തു. കാരണം നമ്മുടെ നാച്ചർ നമ്മുടെ മൂഡിനെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തേത് ആർത്ത് പഠിപ്പിച്ച ഭക്ഷണ രീതികളാണ്. അതായത് അവിടെ കൃത്യവും ചിട്ടയായിട്ടുള്ള ഭക്ഷണ രീതികൾ പഠിപ്പിച്ചു. കാരണം ഫുഡ് കൃത്യമായിട്ട് കഴിച്ചാൽ തന്നെ നമ്മുടെ തലച്ചോറിന് വരുന്ന ഓവർ ടെൻഷൻ കുറയും. അപ്പോൾ അത് തന്നെ ആങ്സൈറ്റി കുറയ്ക്കാൻ നല്ലൊരു മെത്തേഡാണ്. കൃത്യമായിട്ടുള്ള ടൈമിൽ കൃത്യമായിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. രണ്ടാമത്തെ വ്യക്തിയുടെ നമുക്കൊരു ഉദാഹരണം പറയാം. റിയ എന്ന പേരുള്ള ഒരു വ്യക്തി ബിസിനസ്സുകാരിയാണ്. ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഡെയിലി ഒരു 15 മിനിറ്റ് മെഡിറ്റേഷൻ, യോഗ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അവരുടെ ടെൻഷൻ പകുതിയിലധികം കുറഞ്ഞതായിട്ട് അവരനുഭവം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു വ്യക്തിക്ക്, അതായത് നമ്മളെപ്പോലുള്ള ഒരു വ്യക്തിക്ക് തന്നെ ഏകാഗ്രത കുറഞ്ഞു. അതായത് ഒരു കാര്യത്തിലും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരു കളരി ഗുരുക്കളൊക്കെ ഉണ്ടായിരുന്നു. കളരി ഗുരുക്കൾ പറഞ്ഞു നമ്മുടെ മൈൻഡിൻ്റെ കൺട്രോൾ നമുക്ക് ഹാൻഡ് ഐ കോർഡിനേഷനാണ്. അതായത് നമ്മുടെ ശരീരത്തിനും കൈകൾക്കും, അതായത് കണ്ണിനും കൈക്കുള്ള കോർഡിനേഷനാണ് ഈ നമ്മുടെ ശ്രദ്ധ ഇതാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എക്സസൈസ്, അങ്ങനെയുള്ള ചില മുറകൾ പഠിപ്പിച്ചു കൊടുത്തു. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ കളരിയിലെ മുറകൾ എത്രത്തോളം ഹാർഡായിട്ടുള്ളതാണ്. പക്ഷേ അതിൽ ചില സിമ്പിളായിട്ടുള്ള ഇതുണ്ട്. അതായത് ചെറുതായിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സ് ഫോക്കസ് കൂട്ടി. അതായത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ചലനമാണ് ജീവൻ്റെ ആധാരം എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സും കൃത്യമായിട്ടുള്ള വർക്കൗട്ടും അതേപോലെ തന്നെ ചിട്ടയായിട്ടുള്ള ആഹാരവും കൃത്യമായിട്ടുള്ള യോഗ്യം, ഇതൊക്കെ ചെയ്താൽ മൈൻഡിനെ ഒരുപാട് ടെൻഷൻ കുറക്കാൻ സാധിക്കും. ഈ കാര്യങ്ങൾ കോമൺ ആണ്, പക്ഷേ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായ രീതിയിലുള്ള കുറച്ച് സീക്രട്ടുകളാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.